ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൊറേ ദിവസമായില്ലേ അടുക്കളയിൽ കണ്ടിട്ട്? അല്ല, അടുക്കളയിൽ കണ്ടിട്ടല്ല, കണ്ടിട്ടെന്നെ കുറച്ച് ദിവസമായി അല്ലേ? റംസാനിലെ നിലാവ് പോലെ എപ്പോഴെങ്കിലും വന്നൊരു ഗുഡ് മോർണിംഗ്. എനിക്ക് വയ്യ, എന്റെ അമ്മയെ എങ്ങനെ അമ്മേനെ സഹിക്കണോ, എനിക്ക് വയ്യ പറയാനാ. അതൊക്കെ പോട്ടെ. ഏത് പോട്ടെ? എന്ത് അല്ല എന്ത് 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 അല്ല 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 എന്ത് പോട്ടെ എന്നാണ് അമ്മ ഉദ്ദേശിച്ചത്. അല്ല അതൊക്കെ പോട്ടെ. അപ്പൊ നമുക്ക് വിഷുവിന് വെച്ച കണി വെച്ച വെള്ളരിക്ക കൊണ്ടൊരു കറി വെക്കില്ലേ? ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെ കണി വെച്ചോ അത് മുഴുവനും എന്നെ കൊണ്ട് തീറ്റിച്ചു. ഇതന്നെയാണ് ഇപ്പം തന്നിട്ടുണ്ടാവാതിരിക്കുക, എന്നാലും തന്നു തന്നു തന്നു. ഇങ്ങ് ഭീഷണിപ്പെടുത്തിട്ട് പറയിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയല്ലേ പറയാം. ഇനി ചക്കക്കുരു നമ്മൾ ചക്ക വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പൊ അതിന്റെ കുരു വെരി ഗുഡ്. അപ്പൊ ചക്ക എടുത്തില്ലേ? പിന്നെ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, വെള്ളം ഒഴിക്കാം. കണി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ആ വെണ്ടയ്ക്ക എന്താ വെച്ചിട്ടുണ്ടായിരുന്നില്ല? അതൊക്കെ ആരെങ്കിലും കണി വെക്കും? അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. മാങ്ങ അല്ല, അതൊക്കെ കണി വെക്കുമോ? വെണ്ടയ്ക്കൊക്കെ അതെ, അതൊക്കെ ആരെങ്കിലും കണി വെക്കുമോ? എല്ലാം വെക്കും അല്ലേ? അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഒരു നുള്ളു മഞ്ഞപ്പൊടി, ഇത്തിരി മുളക് പൊടി. അമ്മ ഇനി എന്തെങ്കിലും കണി വെച്ചത് ഇവിടെ ബാക്കിയുണ്ടമ്മ? അല്ല, എനിക്ക് ഇഷ്ടമല്ലാണ്ടല്ല ചോദിക്കണം കേട്ടോ, ഇഷ്ടമാണ്. അല്ല, ഞാൻ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് വെക്കായിരുന്നു. കുറച്ച് ഉപ്പ്, അതും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു. ആ കൊന്നപ്പൂ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ? അല്ല, എന്തായിരിക്കും അത്? അല്ല, അതൊക്കെ പോയില്ലേ? അല്ലെങ്കിൽ അതുകൊണ്ട് അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പൊ വേണ്ടത് വേറെ ഒന്നുമല്ല, നാളികേരം, ജീരകം, ചെറിയ ഉള്ളിയും കൂടി അരച്ചതാണ് കേട്ടോ. അത്രേ വേണ്ടു. ഇതൊരു സിമ്പിൾ കറി. എല്ലാവരും കറിയാം, എല്ലാവരുടെ വീട്ടിലും ഏതാണ്ട് ഇത് വെക്കുന്നുണ്ടാവും. ചിലർ ചെമ്മീൻ ഇട്ടിട്ട് വെക്കും, ചിലർ മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് വെക്കും. ഇതേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഞാനത് വെച്ചു. എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഈ സാധനം എന്തായാലും ഉണ്ടാവും. വിഷുവിന് കണി വെച്ചത് അവിടെ ഇരിക്കുന്നുണ്ടാവും. എന്തായാലും വെള്ളരിക്ക വെക്കും. വെക്കും, ഉറപ്പാണ് വെക്കും. മറ്റുള്ള പച്ചക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഇത് ലാസ്റ്റ് വെള്ളരിക്ക. പിന്നെ കണി വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ വെക്കന്നെ വേണ്ടേ? എനിക്കിഷ്ടമാണ് അതൊക്കെ. അമ്മ, ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോണ ചോദ്യം എന്താ അറിയാം? ഇപ്പോ അമ്മ കല്യാണം കഴിച്ച് വന്ന സമയത്തൊന്നും അമ്മയ്ക്ക് ഒരു പാചകം അറിയണ്ട, അതിന്റെ ഒന്നും അറിയണ്ടാവില്ല. ശരിയാണോ? അല്ല, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഇല്ലല്ലോ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, അച്ഛൻ്റെ വീട്ടിലും പണിയെടുക്കേണ്ട ആവശ്യമില്ല, അമ്മയുടെ വീട്ടിലും പണിയെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ രണ്ട് വീടുകളിലും പണിയെടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അമ്മ ഈ പാചകം എന്ന് പറഞ്ഞ് തുടങ്ങിയത് തന്നെ നമുക്കൊക്കെ ഒരു ഇത്തിരി കഴിക്കാൻ തുടങ്ങുന്ന കാലത്താണെന്ന് തോന്നുന്നു. അന്നൊക്കെ അമ്മ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകും. അത് ഇഡ്ഡലി പൊടിഞ്ഞു കഴിഞ്ഞാൽ അമ്മ അതിൻ്റെ ഉള്ളിൽ വല്ല മസാലയൊക്കെ കുത്തി തൂക്കിയിട്ട് പറയൂ, മോനെ പുതിയ ഉപ്മാവ് പറയൂ. ഞങ്ങൾ തിന്നിട്ട് എന്താ അത് ഇഡ്ഡലിക്ക് എന്താ ചാറൊഴിച്ച് കൊഴിച്ച പോലെ ഉണ്ടല്ലോ എന്ന്. അങ്ങനെയാണ് അമ്മ ചെയ്യുക. ഇപ്പൊ എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞെന്ന് പറഞ്ഞാൽ, അതെന്താറിയോ? ഇഡ്ഡലിക്ക് ചിലപ്പോൾ മാവ് അരയ്ക്കുമ്പോഴേ വെള്ളം കൂടുതലാകുമ്പോ അത് പിടിപിടുന്നലാവില്ല. അപ്പോഴും ഇനിയിപ്പോൾ എന്താ ഈ അടുത്ത വീട്ടിലാരോടും ചോദിക്കും, അവര് അതിലിങ്ങനെ ഉടച്ചിട്ട് ഉപ്മാവൊക്കെ മതി അങ്ങനെ. അതുപോലെ തന്നെ ദോശ വട്ടത്തിൽ ചുടാൻ പറ്റില്ലെങ്കിൽ പറയും, ഈ വട്ടത്തിൽ ചുട്ട ദോശയൊക്കെ എല്ലാവരും ഉണ്ടാക്കും മോനെ, ദോശ ഒരു ഡിസൈൻ ദോശ ഉണ്ടാക്കി തരാം, ഇത് ബൊമ്മയാണ് പറയും. അപ്പൊ ഞങ്ങളിത് ഏത് ബൊമ്മയാണ്? എടാ, ഈ ബൊമ്മ നീ കണ്ടിട്ടില്ല? എടാ, നീ ബൊമ്മ ബിസ്ക്കറ്റ് കഴിച്ചിട്ടില്ലടാ. അന്നൊരു ബൊമ്മ ബിസ്ക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ, ഓർമ്മയില്ലേ? ചായക്ക് ബൊമ്മ. അപ്പോൾ ആ ബൊമ്മ ബിസ്ക്കറ്റിനെ പോലെ അമ്മ ഉണ്ടാക്കിയതാണ് പറയും. അവിടെയും ഞങ്ങളെ പറ്റിച്ചു. അത് കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പറയും, മോനെ നോർത്ത് ഇന്ത്യയിൽ റൗണ്ടായിട്ട് ഉണ്ടാക്കും, കാരണം അത് അവരുടെ രീതിയാണ്. നമ്മളങ്ങനെയല്ല, നമ്മൾ സ്ക്വയർ ആയിട്ട് ഉണ്ടാക്കും, കാരണം ഞങ്ങൾ സൗത്ത് ഇന്ത്യക്കാരാണ് പറയും. അങ്ങനെ അമ്മ പലതും പറഞ്ഞ് അന്ന് പറ്റിച്ച് ഇന്നൊരു പാചകക്കാരി അമ്മ ആയി. ഇപ്പം ഞാനിത് ചോദിക്കാൻ എന്താ കാരണം എന്ന് പറയാമോ? ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഒരാളിനെ പറ്റി വളരെ മോശപ്പെട്ടൊരു കമൻറ്റ് വന്നു എന്ന് പറഞ്ഞാൽ, വളരെ മോശമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒരു വ്യക്തിനെ പറ്റി എവിടെയാണെങ്കിലും, ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്നല്ല, ഒരു നാട്ടിൽ ആരെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അവർ ദൈവമേ എങ്ങനെയാണ് ഇതിനൊന്ന് ശരിയാക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ട് ശരിയാവണ വരെ തലയിൽ കൂടെ മുണ്ടിട്ട് പോകുമ്പോൾ ഉണ്ടാവും. ചിലർ ആരോ എത്തോ പറഞ്ഞിട്ട് പോട്ടെ, കുരയ്ക്കുന്ന നായ കടിക്കില്ല എന്നും ഉണ്ടാവും. അങ്ങനെ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഇതിൽ ഇന്നെന്താ നടന്നുകൊണ്ടിരിക്കണം അറിയോ? ഇപ്പോൾ ഒരു വ്യക്തി ഒരു ബാഡ് കമൻറ്റ് ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും
അതിൻ്റെ പിന്നാമ്പുറത്ത് ഒരു കൂട്ടം ജനങ്ങൾ കൂടുകയാണ്. കാരണം എന്താ പറയുക, ഒരു കൂട്ടം ജനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാനും ഒരു കൂട്ടം ജനങ്ങൾ അവനെ തിരസ്കരിക്കാനും. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ഇവർക്കുള്ള പബ്ലിസിറ്റി കൂടുകയാണ്. ഇന്ന് നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു വലിയൊരു പബ്ലിസിറ്റിയാണ്. ഇന്ന് ഓരോരുത്തരും വന്നിട്ട് ഓരോ സ്ഥലത്ത് നിന്നിട്ട് പറയാൻ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യൂ, എന്നെ ഒന്ന് ചീത്ത പറയൂ, എന്നെ ഒന്ന് വലുതാക്കണമെങ്കിൽ നിങ്ങൾ എന്നെ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. ചിലരെന്ത് ചെയ്യും, ചിലരിങ്ങനെ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ അനാവശ്യം പറയും. അവൻ്റെ ഏതോ കാലത്ത് ചെയ്തത് ചിലപ്പോൾ അവരെന്നെ മറന്നിട്ടുണ്ടാവും. ആ കാര്യമൊക്കെ ഓർമ്മിപ്പിച്ച് അവരെ കുറേ അങ്ങോട്ട് പറയും. അപ്പോൾ അവരെ ബന്ധപ്പെട്ടുള്ള കുറേ ആൾക്കാർ വന്നിട്ട് ഇവരൊന്ന് ട്രോളണം. എന്നിട്ട് അതും പറ്റില്ലെങ്കിൽ ഇതെന്താ എന്നെ ഒന്ന് ട്രോളാത്തത്, അങ്ങനെ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ ചിലർ ഇത് ഒരു ബാഡ് കമൻറ്റ് വന്നു, അതൊരു സ്ത്രീനെ പറ്റി ആയിക്കോട്ടെ പുരുഷനെ പറ്റി ആയിക്കോട്ടെ ആവശ്യത്തിന് കൂടുതൽ വന്നുകൊണ്ടുണ്ടെങ്കിൽ അവൻ്റെ പിന്നാമ്പുറത്ത് കുറേ പൈസ ആയിട്ട് ആൾക്കാർ ഇറങ്ങും. എന്നിട്ട് അവരെന്നെ കുറേ ആൾക്കാരെ ഉണ്ടാക്കിയിട്ട് അവരപ്പുറത്ത് ഒരു ടീം നല്ലത് പറയും, ഇപ്പുറത്തൊരു ടീം പൊട്ട പറയും. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ പൊട്ട എന്ന് പറയുന്ന ഒരു സംഭവത്തിനാണ് ഏറ്റവും കൂടുതൽ ഹൈ മാർക്കറ്റിങ്. ഇതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇത്രയൊക്കെ സമൂഹത്തിൽ പൊട്ട കാര്യങ്ങളൊക്കെ കേട്ടൊരു വ്യക്തി ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് ആ മേടയിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ പൊട്ട കമൻ്റ് ഇട്ട ആൾക്കാരനെ വിസിലടിച്ച് ക്ലാപ്സ് അടിക്കുന്നുണ്ടാവും. അപ്പോൾ എവിടെയാണ് ജനങ്ങളുടെ ബുദ്ധി പോർക്കുന്നത്, എന്തിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ളത്? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അമ്മയ്ക്ക് ഇത് പലവട്ടം ചിന്തിച്ചിട്ടുണ്ടാവും. അല്ല, എന്നോടമ്മ പറഞ്ഞിട്ടുണ്ട്, അല്ല എന്തൊരു കഷ്ടം നോക്ക്, ഒരു പൊട്ട കാര്യം പൊട്ടയാന്ന് പറഞ്ഞിട്ട് ആ പൊട്ടേനെ വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുക, ആ പൊട്ടേനെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുക. അപ്പം ജനങ്ങൾക്ക് വേണ്ടത് എന്താണ്? എന്തെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ പറ്റി എന്തെങ്കിലൊക്കെ ഒന്ന് അറിയണം, അല്ലേ? അപ്പം ഇതിനെപ്പറ്റി അമ്മയ്ക്ക് എന്താ പറയണ്ടേ? അല്ല, നീ എന്നെ പറഞ്ഞ എനിക്ക് എന്താ പറയാൻ പറ്റിയ? ഇതൊരിക്കലും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയകൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പേരൊന്നും പറയില്ല, ചിലരുടെ അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവരത് ചെയ്തു, ഇത് ചെയ്തു, അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ വിമർശനങ്ങളും പിന്നെ അതിൻ്റെ താഴെ കുറേ ബാഡ് കമൻസും ഒക്കെ കാണാം. ഇതൊക്കെ ചെയ്തിട്ട് ഈ ബാഡ് കമൻസ് ഇടുന്നവരാവട്ടെ വിമർശിക്കുന്നവരാവട്ടെ അവരൊക്കെ എന്താ ചെയ്യുന്നതറിയോ? ഇവർക്ക് നല്ലൊരു എന്താ പറയുക ബിസിനസ്സാണ് അവരുടെ. ആ ബിസിനസ്സിനെ വളർത്തി കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. കാരണം എന്താ പറഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നത് തന്നെ അതാണ്. ആരെങ്കിലുമൊക്കെ എന്നെ പബ്ലിസിറ്റി അവർക്ക് കിട്ടി, അവർ വീണ്ടും അതന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ന് വെച്ചോ, അതിപ്പോൾ ഒരു സിനിമ ആയാലും ഒരു എന്തെങ്കിലും ഒരു ദൃശ്യമോ എന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ വീഡിയോയിലുള്ളതാണെങ്കിലും ഏത് ദൃശ്യം നമുക്ക് ഇഷ്ടമില്ല എന്ന് കണ്ടാൽ നമ്മളത് വേണ്ടാന്ന് വെക്കണം, നോക്കരുത്. അത് കാണാണ്ടിരുന്നാൽ പിന്നെ അവരതിടുമോ? നീ പറയും. അപ്പം നീ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടു, ഇപ്പം ഞാൻ തന്നെ ഒരു വീഡിയോ ഇട്ടു എന്ന് വെച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിൻ്റെ താഴെ കുറേ ബാഡ് കമൻറ്റോ വിമർശനമോ അല്ലാതെ അയ്യേ ഇത് കാണുകയെ വേണ്ടാന്ന് 10 ആൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ 11ാമത്തെ ആളും അത് കാണില്ല. അതുപോലെ തന്നെ ഇടുന്ന വ്യക്തിക്ക് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യം വന്നാൽ അവർക്ക് സ്വയം അത് കളയാം, ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഒന്ന് അവര് അങ്ങനെ കാണാണ്ടിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യാറില്ല, അയ്യോ ഞാനിത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇട്ടതാണ്, എൻ്റെ വീഡിയോ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അവരത് പിന്മാറിക്കോളും. ഇതിപ്പോൾ എന്താ ചെയ്യുന്നറിയോ, അവർ ചെയ്യുന്നത് തന്നെ പബ്ലിസിറ്റിക്കാണ്. അപ്പോൾ ഇവരതിന് ഒരുപാട് പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് വിമർശനത്തിൻ്റെ വീഡിയോകൾ ഒരുപാട് വരും, അതിൻ്റെ താഴെ കുറേ ബാഡ് കമൻറ്റ് വരും. ഇങ്ങനെയൊക്കെ വന്ന് എന്താ വന്നു പറഞ്ഞാൽ അതൊരു വലിയ ബിസിനസ്സായി മാറുകയാണ്. അതിൻ്റെ പുറകെ കുറേ ആൾക്കാർ കൂടിയിട്ട് നിങ്ങൾ അതന്നെ ചെയ്തോളൂ, ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇതിനൊക്കെ വഴിയൊരുക്കുന്നത് ആരറിയോ? നമ്മൾ തന്നെയാണ്, സമൂഹം. അതായത് എന്തിനാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ കാണണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞു, അതിനെ വിമർശിക്കാൻ പോകണു, അതിൻ്റെ ബാഡ് കമൻ്റ് ഇടണു. ആ കമൻറ്റും വിമർശനമൊക്കെ വരുമ്പോൾ അവർ അത്രയ്ക്ക് പബ്ലിസിറ്റി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ബോധം ഇവർക്കില്ല, ഇവരത് മറന്നു പോവുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്ഥലത്ത് ഇപ്പോഴത്തെ രീതി പറയുകയാണ്. ഇപ്പം അമ്മ ഈ വിമർശനത്തിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ, അതിൽ ഞാൻ പറയുകയാണ്, ഒരാൾ ചെയ്യുമ്പോൾ അത് പൊട്ടയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേറൊരാൾ ചെയ്യാണ്ടിരിക്കുന്നുണ്ടോ? ഇതിനേക്കാളും അപ്പുറം വേറൊരാൾ ചെയ്യണം. അപ്പോൾ ആൾക്കാർ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, അയാൾ ആ തെറ്റിലൂടെ ഫേമസ് ആയി എന്ന് പറഞ്ഞാൽ വേറൊരാൾ അതിനേക്കാളിലും വലിയ തെറ്റ് ചെയ്തിട്ട് അയാളും ഫേമസ് ആവാണ്, മീൻസ് നമ്മളവരെ ഫേമസ് ആക്കുകയാണ്. എന്നുവെച്ചാൽ അവരാരും ഫേമസ് ആവുമല്ല, നമ്മളവരെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊട്ടയ്ക്ക് വളമിട്ട് ചെടിയെ മരമാക്കി വളർത്തുന്ന സ്വഭാവം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും വന്നുകൂടിയിട്ടുണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞാൽ നാളത്തെ ഒരു തലമുറ, ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു തലമുറ ഉണ്ടല്ലോ,
ആ തലമുറയുടെ മുഴുവനും എന്താ പറയുക ഒരു ക്യാൻസർ രോഗം പോലെ ബാധിച്ചിട്ട് ഒരു നല്ല തലമുറ ഒരു നല്ല സംസ്കാരം അതില്ലാണ്ടായി പോകും. പൊട്ട ചെയ്യാൻ ധൈര്യമൊന്നും വേണ്ട, നാണമില്ലാണ്ടായാൽ മതി അല്ലേ? പൊട്ട ചെയ്യണമെങ്കിൽ ധൈര്യം വേണോ? നമുക്ക് നാണമൊന്നുമില്ല എന്നങ്ങോട്ട് വിചാരിച്ചാൽ എന്ത് പൊട്ടയും ചെയ്യാം. പക്ഷെ നല്ലത് ചെയ്യാൻ മനസ്സ് വേണം, മനസ്സുറപ്പ് വേണം. നിങ്ങൾ നല്ലത് ചെയ്തിട്ട് നാളെ ആൾക്കാർ നിങ്ങളെ കുറ്റം പറയുകയാണെങ്കിൽ, നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നാളെ ആൾക്കാർ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരാളുടെ മുമ്പ് തല കുണിക്കാൻ പാടില്ല. വീണ്ടും വീണ്ടും ഈ ലോകത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പക്ഷേ തെറ്റാണെന്നുള്ള കാര്യം ഈ സമൂഹത്തിന് വീണ്ടും വീണ്ടും നമ്മൾ സന്ദേശമായി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നേക്ക് മാത്രമല്ല എന്നേക്ക് ഈ സമൂഹത്തിനൊരു വിഷമാണ് നിങ്ങൾ കുത്തിവെക്കുന്നത്. പിന്നെ ഇപ്പം എല്ലാവരും പറയുമല്ലോ, നീ നിൻ്റെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, എങ്ങനെ വേണമെങ്കിലും നിനക്ക് അതിനുള്ള അധികാരമുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അവർക്ക് മക്കളുണ്ടാവും, അച്ഛനമ്മ ഉണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, ഭാര്യ ഉണ്ടാവും, സഹോദരങ്ങളുണ്ടാവും, ബന്ധുമിത്രാദികളുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഓർക്കണ്ടേ? കാരണം നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാം ഓർക്കണം. അല്ലാണ്ട് എനിക്ക് മാത്രം ഉള്ള ഒരു ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നടന്നു അങ്ങനെ പോയി കഴിഞ്ഞാൽ, എല്ലാവരും ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മുടെ സംസ്കാരം, എന്താണ് നമ്മുടെ സംസ്കൃതി, ഇതൊക്കെ എവിടെ പോകും? എവിടെയാണ് ഇതിനൊക്കെ? അങ്ങനെ ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നില്ലേ? അയ്യോ അവരറിയരുത് ഇവരറിയരുത്, നമ്മുടെ രീതി അങ്ങനെ ആയാൽ നമ്മുടെ കുടുംബത്തിനൊരു മാനക്കേടാണെന്നൊക്കെ പേടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? ആ കാലമൊക്കെ പോയി അല്ലേ? ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ എന്തോ ഒരു കഥ, എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതിയ ഒരു പുസ്തകം എന്ന് വെച്ചോ. ആ പുസ്തകം അവിടെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് ഭഗവത്ഗീത ഉണ്ടാവും, രാമായണം ഉണ്ടാവും. ഏതോ ഒരു ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയുടെ എന്തെങ്കിലും കുറ്റം പറഞ്ഞ് എഴുതിയതോ അല്ലെങ്കിൽ ഗോസിപ്പുകൾ നടന്ന ഒരു പുസ്തകം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുക്ക്. അതിൻ്റെ കൂടെ രാമായണം ഭഗവത്ഗീത ഒക്കെ വെച്ചിട്ടുണ്ടാവും. വന്ന് നോക്കിയതും എടുക്കുന്നത് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നത്തെ കാര്യമാണ് ഞാൻ ഇപ്പം പറയണം. അമ്മ പറഞ്ഞ തന്നെ ഇപ്പുറത്ത് നമ്മുടെ ഭഗവത്ഗീത വെക്കുകയാണ്, അപ്പുറത്ത് കുറേ ആരിനെ പറ്റിയെങ്കിലും പരദോഷനൊക്കെ പറഞ്ഞ, കുറ്റം പറഞ്ഞ, വിമർശനങ്ങൾ പറഞ്ഞ, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വായിച്ച ദഹിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല ഒരു പുസ്തകം വെച്ചെടുക്കുക. എന്നിട്ട് പറയുകയാണ് 2 പുസ്തകം ഫ്രീ ആണ്, ഏതാ എടുത്തിട്ട് പോകാന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ജനങ്ങൾ ഓടി വന്നെടുത്തിട്ട് പോകണം. തീർച്ചയായിട്ടും അപ്പുറത്തിരിക്കുന്ന ആ പുസ്തകമായിരിക്കും. ഒരിക്കലും ഭഗവത്ഗീത തൊട്ടുകൂടി നോക്കില്ലേ അല്ലേ? കാരണം ഭഗവത്ഗീത രാമായണമൊക്കെ നമുക്ക് വീട്ടിലുണ്ടാവും, അത് പിന്നെ വായിക്കാം. അപ്പം ഞാനിത് നോക്കട്ടെ എന്ന് പറയും. അത്രയ്ക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ് ആൾക്കാർക്ക്. അതാണ് സത്യം. അപ്പോൾ എന്തൊക്കെ ഈ ലോകത്ത് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടോ, എന്തൊക്കെ ഈ ലോകത്ത് നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമായിട്ട് നടക്കുന്നുണ്ടോ, അതിനൊക്കെ ഒരു അർത്ഥത്തിൽ വളം വെച്ച് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളെ തന്നെയാണ് നമ്മുടെ നല്ല സംസ്കാരത്തെ ഇല്ലാണ്ടാക്കുന്നത് അല്ലേ? നല്ല വരുന്ന തലമുറകൾക്ക് നല്ല ചിന്തകളെ ഒന്നും ബാക്കി വെക്കില്ല, നശിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടു വളർന്ന ഒരു വലിയൊരു തലമുറ സത്യം പറയുകയാണെങ്കിൽ നെഗറ്റീവ് ആണ് ഈ ലോകത്ത് ഏറ്റവും നല്ലത്. 100 പേര് കുറ്റം പറയുന്ന കാര്യം ഞാൻ ചെയ്യണം, നല്ലത് പറഞ്ഞിട്ട് എനിക്കൊന്നും നേടാനില്ല. പബ്ലിസിറ്റി നേടണമെങ്കിൽ 4 ആൾക്കാർ കുറ്റം പറയണം, 4 ആൾക്കാർ കല്ലെറിയണം, 4 ആൾക്കാർ ചേത്തൂന്ന് പറയണം. ഇതേ 4 ആൾക്കാർ 4 കൊല്ലത്തിന് ശേഷം വിസിലടിക്കുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അല്ലേ? എത്ര പേരമ്മ കണ്ടിട്ടുണ്ട്. വിമർശിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക, ബാഡ് കമന്റ് ഉള്ളവരൊന്നും നിങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ട് അവർ മാറി ചിന്തിക്കുന്നുണ്ടോ? മാറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് കറക്റ്റാണ്. പക്ഷെ നിങ്ങൾ ചെയ്തത് കൊണ്ട് അവർ വീണ്ടും പബ്ലിസിറ്റി കിട്ടി, അവർ വീണ്ടും തെറ്റുകളിലേക്ക് പോവുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ളതൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ ആ വീഡിയോസ് നോക്കരുത്. ഒറ്റ മനുഷ്യനെ നോക്കാണ്ടിരുന്നുണ്ടെങ്കിൽ അവർ പിന്നെ അതിടുമോ? അവർക്ക് പബ്ലിസിറ്റി കിട്ടുമോ? അതെന്തുകൊണ്ട് ആരും ചിന്തിക്കില്ല? എല്ലാവരും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവർക്കൊരു നിമിഷം ചിന്തിച്ചൂടെ? നമ്മളാണ് ഈ സമൂഹത്തിലുള്ള നമ്മളാണ് ഇവർക്ക് പബ്ലിസിറ്റി കൊടുക്കണമെന്നുള്ള തോന്നൽ അവർക്ക് വരണ്ടേ? കാരണം നമുക്ക് ശേഷം നാളൊരു തലമുറ വരും, ആ തലമുറയ്ക്ക് നല്ലത് ബാക്കി വെച്ചിട്ട് പോകണം. ഇതുപോലെ പൊട്ട ബാക്കി വെച്ചിട്ട് പോയാൽ ഇന്ന് കാണുന്നതിനേക്കാളും മോശപ്പെട്ട കാര്യങ്ങളായിരിക്കും നാളത്തെ കാഴ്ചകൾ. അവരെന്താ വിചാരിക്കുക? ഓ കണ്ടില്ലേ, നല്ലതിന് ഒരു പബ്ലിസിറ്റി ഇല്ല, അവിടെ പൊട്ട ചെയ്യുന്നതിനൊക്കെ പബ്ലിസിറ്റി ഉണ്ട്. അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റ് നമ്മൾ കാണരുത്, ആ വീഡിയോ നമ്മൾ കാണാനേ പോകരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിൽക്കും. അതല്ലാണ്ട് ഒരാൾ വിമർശനം കൊണ്ടുവരും, അതിൻ്റെ പിന്നാലെ പുറകെ 10 പേര് വരും, അതുപോലെ ബാഡ് കമൻറ്റ്സ് ഇട്ടുകൊണ്ട് ഒരു 1000കണക്കിന് ആൾക്കാർ വരും. അതിങ്ങനെ ഓടി 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 പബ്ലിസിറ്റി കിട്ടി അവർ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യും. ഞാൻ ചെയ്യും, എൻ്റെ ഇഷ്ടമാണെന്ന് പറയും. ഇത് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. ഇതങ്ങോട്ട് എടുത്തിട്ടപ്പോൾ അമ്മയ്ക്ക് എന്താ ഒരു ഉത്സാഹം, ദൈവമേ, ഉത്സാഹം എന്ന് പറഞ്ഞ പബ്ലിസിറ്റി കൊടുക്കുന്ന ആൾക്കാർക്ക് തെറ്റുണ്ട്, അത് മനസ്സിലാക്കണം.
ഒന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഞാൻ കേക്കച്ചിട്ട് പറയണോ? കേൾക്കാൻ അല്ല, തെറ്റ് അവന്റെ മാത്രല്ല, ഇത് കണ്ടിട്ട് എന്താ മോനെ ഇത് ഇങ്ങനെ എവിടേക്കാ അത് പോണെന്ന് പറയുമ്പോ അമ്മ അത് 2-3 പ്രാവശ്യം കണ്ടല്ല, അമ്മയുടെയും തെറ്റാണെന്ന് പറയാണ് ഞാൻ. 2-3 പ്രാവശ്യം കാണുകയല്ല, തുറക്കുമ്പോ തന്നെ വരുന്നത്. എനിക്ക് തോന്നുകയാണ് ഇതെന്താ ഇപ്പൊ വീട്ടില് മൊബൈൽ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഇതന്നെ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലെന്ന് നിന്നോട് പറഞ്ഞില്ലേ ഞാൻ? എത്ര നല്ല നല്ല പരിപാടികളൊക്കെ ഉണ്ടാവുന്നു, ഇപ്പൊ അതൊന്നും ഇല്ല. എപ്പ നോക്കിയാലും ഈ 2-3 പേരുടെ എന്തെങ്കിലും ഉണ്ടാവും. എന്താണ് ഇങ്ങനെയായത്? എന്തെങ്കിലും പൊട്ട ചെയ്തിട്ടുണ്ടാവും. അതന്നെ വീണ്ടും 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 നല്ലത് പറയാനും പൊട്ട പറയാനും നല്ല നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനോ, കുട്ടികളും നല്ല വലിയവർക്കാണെങ്കിലും പഠിക്കാനോ ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നല്ല നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കണി വെച്ചത് ബാക്കിയുണ്ടെങ്കിൽ അത് കുറേ ദിവസം കറി വെക്കുക, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ല ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ നമ്മൾ മനസ്സിലാക്ക്, ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കരുതെന്ന്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ നല്ല മനസ്സമ്മ നോക്ക്. അമ്മ എല്ലാത്തരം കുറ്റം കണ്ടുപിടിക്കരുത് കേട്ടോ. ഇനി എന്താ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഓർമ്മയില്ല. സബോള മാത്രം വെച്ചില്ല, വെക്കാൻ പാടില്ല. സബോള വെക്കണ ദോഷമാണെന്ന് ആരെ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ അമ്മ അത് കൊണ്ടേ വെച്ചേനെ. ഇതെനിക്ക് കറിവേപ്പില എനിക്ക് ചാറ്റട്ടെ വന്നിട്ട് കാണാം. നല്ല കാര്യമല്ലേ? എനിക്കിഷ്ടമാണ്. അതെ, അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതും ഉണ്ടല്ലോ, അപ്പോൾ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നല്ല മീൻ വറുത്തത് അല്ലേ? നല്ല കറിയല്ലേ? നല്ല കറിയല്ലേ? നിനക്കിത് ഇഷ്ടപ്പെടും കേട്ടോ. ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ആരാ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ്? ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇന്ന് വെള്ളരിക്കും ചക്കക്കുരു മാങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു കറി വെച്ചിട്ടുണ്ട്. നാടൻ കറിയാണ്, എല്ലാവർക്കും അറിയാം. എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ വെച്ചിട്ടുണ്ടാവും. ഞാനും ഇതാ വെച്ചിരിക്കുന്നത്. എന്നിട്ട് മീൻ വറുത്തത് ഉണ്ടായില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ചോറിന് വരണോ? അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും പരദോഷങ്ങൾ പറയണതും കേൾക്കണതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും പൊട്ട എന്താ ഇത്ര പൊട്ട ഇവർ ചെയ്തല്ലോ, ഇങ്ങനെ ഇവർ ചെയ്യാൻ പാടോ വന്നിട്ടാണ് നമ്മളൊക്കെ നോക്കുന്നത്. പക്ഷേ നോക്കി അവരെ ഫേമസ് ആക്കുമ്പോൾ ഒരു സൊസൈറ്റി അത് മുഴുവൻ അങ്ങനെയായി മാറാണ്ടിരിക്കാൻ, നാളത്തെ നാട് നന്നാവാൻ ഇന്ന് നമുക്കൊന്ന് ശ്രമിക്കുക. ഇങ്ങനെയുള്ളവരെ മെല്ലെ നുള്ളി അങ്ങോട്ട് കളയാം. എങ്ങനെ അറിയോ? ആരും അധികം അവരെന്തോ ഇട്ടിട്ട് പൊക്കോട്ടെ, നമ്മുടെ അതിനെ വില വെക്കാതെ അങ്ങോട്ട് ഇട്ട് കളയുക. അല്ലാണ്ട് അതിൻ്റെ അങ്ങോട്ട് പിടിച്ചിട്ട് നീ അവിടെ അങ്ങനെ ചെയ്തു, നീ ചെയ്തത് ശരിയല്ല, അവൻ അങ്ങനെ ചെയ്തു, നീ ചെയ്യുന്നത് ശരിയല്ല, നമ്മളെന്ത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവര് ചെയ്യണത് തന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ വീണ്ടും ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ വേറെ ഒരാൾ വന്നിട്ട് പറയും അവരങ്ങനെ ചെയ്തോട്ടെ, നിനക്ക് എന്താന്ന് പറയും. അവര് പൈസ കൊടുത്തിട്ട് നിങ്ങൾ എന്നെ ഒന്ന് പൊട്ട പറയുമെന്ന് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് നമ്മളിങ്ങനെ പറയണത്. കാരണം പൈസ ഇറക്കാണ്ട് തന്നെ അവർ പബ്ലിക് ആവുകയാണ്, പബ്ലിസിറ്റി കിട്ടുക. അപ്പൊ അതൊന്ന് ഓർത്ത് നോക്കൂ കേട്ടോ. അപ്പൊ തന്നെ ഇതൊക്കെ നിൽക്കും. ചെറിയ അറിവിട്ട് ഞാൻ പറഞ്ഞതാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ഈ പബ്ലിസിറ്റി നമ്മൾ തന്നെ കൊടുത്തിട്ട് അവരെ ഉയരങ്ങളിൽ എത്തിക്കുകയാണ്. അവർക്ക് വേണ്ടതൊക്കെ അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ ലാഭം? അവരത് നിർത്താനും പോണില്ല. അപ്പോൾ ഇതുപോലെ വേറെ ആൾക്കാർ ഇതുകൊണ്ട് വരും. അപ്പോൾ നമ്മുടെ തലമുറയ്ക്ക് എന്താണ് നമ്മൾ കൊടുക്കുന്നത്? എന്താണ് പഠിക്കാനുള്ളത്? നമ്മുടെ സംസ്കാരം എവിടെയാണ്? നമ്മുടെ സംസ്കൃതി പൊട്ട കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ സെലിബ്രിറ്റി ആക്കി മാറ്റുകയാണ്. അത്ര തന്നെയുള്ളൂ. അപ്പോൾ അത് ഒന്നും പറയാൻ, ഞാൻ ഇങ്ങനെയൊന്നും പറയാത്ത ആളാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ കണ്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ബൈ.